എൻ്റെ കുട്ടിക്കാലത്തൊക്കെ CPM-നെ ഞാൻ കണ്ടത് തൊഴിലാളി ഐക്യം സിന്ദാബാദ് അങ്ങനെയുള്ള ഒരു പാർട്ടിയായിരുന്നു. ഇന്ന് മുതലാളി ഐക്യം സിന്ദാബാദ്. മുതലാളിമാരേറ്റ ജീവിതം, മുതലാളിമാരേറ്റ ജീവിതം. അതുകൊണ്ടാണ് ചോറ് കഴിക്കുന്നിടത്ത് ബത്തളാണ് അയില്ലേന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോണത്. വെറുതെ ഒന്നല്ല, അയക്കുറല്ലാതെ പറ്റൂല. നോക്കണങ്ങള്, നെയ്മീനില്ലായിട്ട് പിണറായി മിഞ്ഞാന്ന് തെറ്റിന്ന് കേട്ടപ്പോൾ ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല. ഇതേതാ പാർട്ടി? പരിപ്പ് വടിയും കട്ടൻ ചായയായിരുന്നു നിങ്ങൾ അടയാളം. എന്നോട് നിങ്ങൾ നെയ്മീനും കരിമീനും ആയത്? ഇതെന്തു പാർട്ടിയാണ് ഇത്? തൊഴിലാളി വർഗത്തിന്റെ ലൈനാണോ? ഒരു മുഖ്യമന്ത്രി, ഒരു തലവൻ, സാധാരണക്കാരൻ്റെ, അയാൾ വളർന്ന റൂട്ട് എന്താണ്? തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി ഇങ്ങനെ ആകാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിലം പരിശായത്. ജനങ്ങൾ നിങ്ങളെ വെറുത്തു, ജനങ്ങൾ നിങ്ങളെ വെറുത്തു. എന്നിട്ട് ഇപ്പതാ ഇറങ്ങിക്ക വീട് വീടാന്തരം. എന്താ ജനസമ്പർക്ക പരിപാടി? പ്ലേറ്റ് കഴുകുകയാണ്. പ്ലേറ്റ് കഴുകുമ്പോൾ വരതിൽ കണ്ടാ തോന്നാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഇങ്ങനെ വരതായിട്ടാ തോന്നിപ്പോ. അമ്മാതിരി നന്നായി കഴുകി കൊടുക്കുകയാണ്. ആര്? MA ബേബിയൊക്കെ പ്ലേറ്റ് കഴുകുന്ന കണ്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയാം, നനച്ചുള്ളിയുടെ ടൈമാണ്, അയാളെ നമ്പർ ഒന്ന് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ഇത് ഷാബാമാസല്ലേ? CPM കഴുകേണ്ടത് നിങ്ങളെ മനസ്സാണ്. നിങ്ങൾ പ്ലേറ്റല്ല കഴുകേണ്ടത്. TP ചന്ദ്രശേഖരൻ്റെ പെരയെ പോയിട്ട് പ്ലേറ്റ് കഴുകിയ ആ അമ്മ ഓർക്കുക. പിണറായിയുടെ കുടുംബം മുടിഞ്ഞു പോട്ടെ എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരിയായ ആ സ്ത്രീ പറയുന്നത്.